ഒരു സന്തോഷത്തിനേക്കാൾ അപ്പുറം ഞാൻ എന്താ പറയുക ഒരു യുദ്ധം ജയിച്ച ഫീലാണ് ഇപ്പോൾ എനിക്കുള്ളത്. കാരണം ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾക്കെതിരെയാണ് ഞാൻ പരാതി കൊടുത്തത്. അതെനിക്കെതിരെ നടന്ന ഒരു അനീതി എൻ്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ടിരുന്ന ആളുകളാണ്. അവരെന്നോട് ചെയ്ത ഒരു അനീതിക്കെതിരെ ഞാൻ പ്രതികരിച്ചു. അതിന് അവർ എന്നെ നശിപ്പിക്കാവുന്ന എല്ലാ രീതിയിലും, എന്നെ ദ്രോഹിക്കാവുന്ന എല്ലാ രീതിയിലും അവർ ട്രൈ ചെയ്തിട്ടും അതിനെല്ലാം അതിജീവിച്ച് ഇന്ന് പോലീസ് അതിന് കുറ്റപത്രം, ഞാൻ ഉന്നയിച്ച പരാതി സത്യമാണെന്നും അതിന് കൃത്യമായ തെളിവുകളോടുകൂടി കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വിജയമായിട്ട് തന്നെയാണ് ഞാനതിനെ കാണുന്നത്. കാര്യം ഇത് പല രീതിയിൽ അട്ടിമറിക്കപ്പെടാമെന്നും ഇത് തള്ളിപ്പോവുമെന്നും എല്ലാം പറയുകയും പല മീഡിയ പോലും പലതരത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി എന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അവിടെ പോലും ഇപ്പം ഇതിനെനിക്ക് ശരിക്കും പറഞ്ഞാൽ നന്ദി പറയേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയനോടും നമ്മുടെ ഗവൺമെൻറ്റും പിന്നെ ഇത് കാര്യക്ഷമമായി അന്വേഷിച്ച IG ശ്രീമതി പൂങ്കുഴലി മാഡം, അവരുടെ ടീം അംഗങ്ങളായ സിബി, മധു, അങ്ങനെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ അവർ ഒരു 7-8 മാസത്തിനുള്ളിൽ ഇതിൻ്റെ കൃത്യമായ തെളിവുകളോടുകൂടി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഒരു സമാധാനം ഉള്ളൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാര്യം ഞാൻ ഒരു കള്ളപ്പരാതിയാണ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം ഉണ്ടായിരുന്നു. ഈ നിർമ്മാതാക്കൾ തന്നെ പലരോടും പറയുകയും അത് പലരും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് എല്ലാ മീഡിയയോടും വന്ന് പുറത്ത് വന്നിരുന്ന് എൻ്റെ വിഷമങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകേണ്ടി വന്നത്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നും ഇതെല്ലാം ഉണ്ടായ കാര്യങ്ങളാണെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പം കേസ് അട്ടിമറിക്കാനും സ്വാധീനിക്കാനും ഒക്കെ ശ്രമം നടന്നെന്ന് പറഞ്ഞു. ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്? തീർച്ചയായിട്ടും ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്ത ആളുകളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അതിൻ്റെ പിന്നിലുണ്ടാവുക. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു വിക്റ്റിമാണ് ഞാൻ. പക്ഷേ ഞാൻ പോരാടുക തന്നെ ചെയ്യും. എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും, എത്രയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും, കൊല്ലാൻ ശ്രമിച്ചാൽ പോലും ഞാൻ അതിനെ അവസാന ശ്വാസം വരെയും ഞാൻ അതിനെ നേരിടും. ഞാൻ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും, ഉറപ്പായിട്ടും. ഉന്നതർക്കെതിരെയാണ് പരാതി കൊടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സിനിമാ മേഖലയിൽ ഇനി സിനിമകൾ ചെയ്യാനുള്ളൊരു തടസ്സം എന്തെങ്കിലും ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ എത്രയോ ആളുകളെ പരസ്യമായി തന്നെ വിലക്കിയിരിക്കുന്ന ആളുകൾക്കെതിരെയാണ് ഞാൻ ഇപ്പോൾ ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, അലിഖിത നിയമമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ വിലക്കുകളുണ്ട്. വിലക്കുകൾ മാത്രമല്ല, പല രീതിയിലും എന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രിയിൽ 15 വർഷം എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ ഇനിയും നിൽക്കുക തന്നെ ചെയ്യും. ഈ IC കമ്മിറ്റിയിൽ ഇരിക്കുന്ന എൻ്റെ കേസിലെ 2ാം പ്രതിയായ B രാഗേഷ്, 4ാം പ്രതിയായ ഔസേപ്പച്ചൻ വാളക്കുഴി എന്നിവരാണ് IC കമ്മിറ്റിയിലെ മോണിറ്ററിംഗ് ഇതിലിരിക്കുന്നത്. അവരെങ്ങനെയാണ് ഒരു വിക്ടിമിന് നീതി വാങ്ങിച്ചു കൊടുക്കുക? അവർക്ക് എങ്ങനെ അതിന് സാധിക്കും? അവരെ പ്രതികളാണ്, അവരെ ഈ വേട്ടക്കാരായി നിൽക്കുന്നവർ എങ്ങനെ വേറൊരു വിക്ടിമിന് നീതി ലഭിച്ചു കൊടുക്കും? ഒരിക്കലും സാധിക്കില്ല. ഞാനിത് ആദ്യം മുതലേ പറയുന്നുണ്ട്. IC കമ്മിറ്റി കാര്യക്ഷമമാവണം എന്നുണ്ടെങ്കിൽ അതിൽ പുറത്തു നിന്നുള്ള ആളുകൾ വേണം. അതല്ലാതെ സിനിമയിൽ തന്നെയുള്ള ആളുകൾ IC കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് ഒരു വിക്ടിമിന് ഒരിക്കലും നീതി ലഭിക്കില്ല. അവിടെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കപ്പെടുകയും അല്ലെങ്കിൽ ഈ പറഞ്ഞ വിക്ടിം തന്നെ കുറ്റവാളിയായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയായിരിക്കും. അവർക്ക് പിന്നീട് പടങ്ങൾ കിട്ടില്ല, അവർ ഒറ്റപ്പെടും. അല്ലെങ്കിൽ അവർ പിന്നീട് അവരുടെ ജീവിതമാർഗം എന്താണ്? സിനിമയാണ്. അപ്പോൾ അത് കിട്ടാതെ വന്നു കഴിയുമ്പോൾ നിവൃത്തിയില്ലാതെ പറഞ്ഞ ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ട് മാറേണ്ടി വരും. അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളെ നേരിടേണ്ടതായിട്ട് വരും ഈ വിക്ടിംസ്. അപ്പോൾ ഒരിക്കലും IC കമ്മിറ്റി കാര്യക്ഷമമാകണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വേട്ടക്കാരല്ല അതിലിരിക്കേണ്ടത്. അത് ഗവൺമെൻറ് ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് തന്നെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയും അതിൽ എന്താ പറയുക, അതിനകത്ത് തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തേക്ക് വരികയും ഈ കമ്മിറ്റി മീറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഓഫീസിൽ വെച്ച് നടക്കുകയും അങ്ങനെ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ അട്ടിമറിക്കപ്പെടാൻ വേണ്ടിയിട്ടല്ലേ? അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു മീറ്റിംഗ് അവിടെ വെച്ച് നടത്തുന്നത്? അതേപോലെ തന്നെ ഇവർ തന്നെ അതിനകത്ത് മെമ്പേഴ്സായിട്ടിരിക്കുന്നു. ഇതൊന്നും നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
ന്യായമായ കാര്യങ്ങളല്ല എന്നുള്ളത്. അന്തിമ വിജയം എന്തായാലും നീതിക്ക് തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഞാൻ ഈ കേസിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തളരാതെ മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ കേസിൽ ഉറപ്പായും വിജയിച്ചിരിക്കും. കാര്യം സത്യം വിജയിക്കുക തന്നെ ചെയ്യും.